അല്ല അല്ല മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ. എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ്. അല്ല, ഉപശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, മോദി എന്തിനാ അക്ഷരം മിണ്ടിയത്? മോദിയുടെ കരിയർ നശിപ്പിക്കാനുള്ള ശക്തി എനിക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ. മോദിയുടെ പൊളിറ്റിക്കൽ കരിയർ ഞാൻ വിചാരിച്ചാൽ നശിപ്പിക്കാൻ പറ്റും. മോദി റിയാക്ട് ചെയ്തോ? ട്രംപ് പറയുന്ന ഏതെങ്കിലും കാര്യത്തിന് മോദി റിയാക്ട് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത് മോദി ട്രംപിന് മുമ്പാകെ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ. അതാണല്ലോ ഇൻഡോ യു എസ് കരാറിലൂടെ ഇന്ത്യയുടെ താല്പര്യങ്ങളെ മുഴുവൻ ഹരിച്ചിരിക്കുന്നത്. ഈ കാര്യം കൃത്യമായിട്ട് മോദി സറണ്ടർ ചെയ്തിരിക്കുകയാണ് ട്രംപിന്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഇന്ത്യക്കെതിരെ എന്ത് പറഞ്ഞാലും ഒരു കൂസലുമില്ല. ഇന്ത്യ രാജ്യത്തെ ഇത്രമാത്രം അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? വിദേശ രാജ്യങ്ങൾ ഇത്രമാത്രം അവമതിപ്പോടെ അമേരിക്കയെ പോലുള്ള രാജ്യം നമ്മളെ വിമർശിക്കുന്നത് ഇതുപോലെ മുമ്പുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെതിരെ നേരിടാൻ കഴിവില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. അല്ല മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ. എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ്. കേരളത്തിൽ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യം തന്നെ. ഇപ്പം ഞങ്ങളുടെ പല ആളുകൾക്കും ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അവിടെയും സുതാര്യത വളരെ കുറവാണ്. ഇപ്പോൾ കോഴിക്കോട് സ്ട്രോങ് റൂമിൻ്റെ പ്രശ്നം, തൊട്ടടുത്തുള്ള റൂം തുറന്നതിനെക്കുറിച്ച് പരാതി കൊടുത്തതിന് കൃത്യമായ മറുപടിയില്ല. മറ്റു പല സ്ഥലങ്ങളിലും ഇത്ര റിപ്പോർട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വളരെ ശക്തമായ വിജിലൻസ് വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ കോഴിക്കോടത്തെ കാര്യത്തിൽ ഹൈക്കോടതി മുമ്പാകെ പോവുകയാണ്. അപ്പോൾ വളരെ ഗൗരവതരമാണ്. ഈ തെരഞ്ഞെടുപ്പുകളെ തന്നെ സുതാര്യത നഷ്ടപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അവിടെ നടപടി എടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ആശങ്കയുള്ളവാക്കുന്നത്. അല്ല, അതിപ്പം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കൂ. പാമ്പുകടിയേറ്റ് മരിച്ചിട്ടുള്ള അവരുടെ കുടുംബം ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അല്ല, ഇത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എത്ര പേരാണ് മരിക്കുന്നത് പാമ്പുകടിയേറ്റ്? അപ്പോൾ നമ്മുടെ ആശുപത്രികളൊന്ന് എക്വിപ്പ് ചെയ്യണം. അതുപോലെ വളരെ ഗൗരവതരമായിട്ട് ഇതിന് ജനങ്ങളെ അലർട്ട് ചെയ്യേണ്ടതായിട്ട് കാര്യമുണ്ട്. ആശുപത്രികളിൽ അതില്ല എന്നുള്ളത് ഗവൺമെൻറ് അന്വേഷിക്കണം കൃത്യമായിട്ട്. കായംകുളത്ത് അതിൻ്റെ സൗകര്യമില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കായംകുളം ആശുപത്രിയുടെ പരാധീനതകൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്, കത്തുകൾ മുഖാന്തരമല്ലാതെ. ഇക്കാര്യത്തിലും സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ ഗവൺമെൻറ് എന്താ നടപടി സ്വീകരിക്കുന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഗവൺമെൻറ് ഗൗരവമായിട്ട് അക്കാര്യം കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും സംഭവത്തിൽ എന്തായാലും പൂരം കമ്മിറ്റിക്കാരും അക്കാര്യത്തിൽ വെടിക്കെട്ട് വേണ്ടാന്ന് വെച്ചത് അവരെ കൂടി അഭിനന്ദിക്കണം. ഇക്കാര്യത്തിൽ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷേ ജീവനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടതാണ് ജീവൻ. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ മാർഗ്ഗങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് വിദഗ്ധർ. അപ്പോൾ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്.